എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂ മൂൺ അല്ലെങ്കിൽ സൂപ്പർ മൂൺ, ഫുൾ മൂൺ എനർജി, അതിലൂടെ മെർക്കുറി റെട്രോഗ്രേഡ്, അതിലൂടെ സൺ, സോളാർ എനർജി എന്ന് പറയുന്നത് ലിയോയിലേക്കുള്ള ട്രാൻസിഷൻ, ഇങ്ങനത്തെ ഒരുപാട് വൈബ്രൻ്റ് ആയിട്ടുള്ള ഹൈ എനർജി പ്രപഞ്ചശക്തിയിൽ നടക്കുന്നു. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് കരുതി ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ആ ഒരു സപ്പോർട്ടും മോട്ടിവേഷനും സ്നേഹവും കമൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഓഗസ്റ്റ് 19 നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സൂപ്പർ മൂണായിരുന്നു, ബ്ലൂ മൂണായിരുന്നു, ഫുൾ മൂൺ എനർജിയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു വിചാരം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ധാരണ എന്ന് പറയുന്നത് 19-20 ആ ഒരു എനർജി തീർന്നു എന്നുള്ളതാണെങ്കിൽ ഒരു 5-6 ദിവസത്തേക്ക് ആ ഒരു എനർജിയുടെ ആ ഒരു പ്രഭാവം നമ്മളുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാവും. അപ്പോൾ 25-26 വരെയൊക്കെ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾക്കും ഇത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഒന്ന് അവെയറായിരിക്കുക. അപ്പോൾ നമുക്ക് സൂപ്പർ മൂണാണ്, ബ്ലൂ മൂണാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു കാണും ഓഗസ്റ്റ് 19, അതായത് ചന്ദ്രഭഗവാൻ കുറച്ച് വലിപ്പത്തിൽ നല്ല സൗന്ദര്യമായിട്ട് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ചന്ദ്രഭഗവാൻ ഇമോഷൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾക്കും ആ ഒരു രീതിയിൽ പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതാ സാഹചര്യങ്ങൾ, വ്യക്തികൾ, വാർത്തകളൊക്കെ ഹെവി ആയിട്ട് നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് കഴിവതും ഒരു 4-5 ദിവസത്തേക്ക് ഒരു സോളിറ്റ്യൂഡ് മൂഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവർ നമ്മളെ ട്രിഗർ ചെയ്യാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ മുന്നിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാനും അങ്ങനെ ഇമോഷൻസിൽ നമ്മൾ ഡീപ്പ് ഡൗൺ ആയിട്ട് വീണു പോകാനും നമ്മളുടെ എനർജി ഡ്രെയിൻ ആവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. എപ്പോഴും വളരെ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ കാമായി കൂളായി ആ ഒരു സിറ്റുവേഷനെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തി കൈവരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ വാർത്തകൾ, സാഹചര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. പല ആളുകളും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു രീതിയിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പാഷൻ അനുസരിച്ച് നമ്മളുടെ ആ ഒരു എനർജിയൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ഒരു സക്സസ്ഫുൾ മാനറിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരുടെ ട്രിഗറിങ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇമോഷനായിട്ട് ആ ഒരു രീതിയിൽ ഡൗൺ ആയി പോവുകയും നമ്മളുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട്, വളരെ കാമായി നിന്നുകൊണ്ട്, വളരെ പീസ്ഫുള്ളായി നിന്നുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. അതിന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ റീസെൻ്റായിട്ടുള്ള 2 വീഡിയോ, അതായത് ലെറ്റ് ഗോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു വീഡിയോ 2 ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുത്ത് അതങ്ങ് ലെറ്റ് ഗോ ചെയ്ത് കളയുക. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, കാരണം ഇതെല്ലാം പ്രപഞ്ചശക്തിയുടെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് വരുന്ന പ്രശ്നത്തിനെ വളരെ കൂളായി, കാമായി, പീസ്ഫുള്ളായി ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നമ്മളാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ, ബെസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾക്ക് ട്രിഗറിങ് വരുമ്പോൾ അതിൽ ഡീപ്പ് ഡൗൺ ആയിട്ട് വീണു പോകാതെ നമ്മളെ എപ്പോഴും നമ്മളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി എന്ന് പറയുമ്പോൾ അതിൽ സോളാർ എനർജി വളരെ വൈബ്രൻ്റ് ആണ്, തീഗോളം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സൂര്യഭഗവാന്റെ ആ എനർജി വളരെ ഹൈ ആണ്. അത് ലിയോയിലേക്ക്, ഫയർ എലമെൻറ്റിലേക്ക് ഷിഫ്റ്റിങ് വരുമ്പോഴത്തേക്ക് അവിടെ പിന്നെയും കുറച്ചുകൂടി എനർജിക്ക് ഷിഫ്റ്റിംഗ് ഉണ്ടായതുകൊണ്ട് നമ്മളുടെ സോളാർ പ്ലക്സസ് ചക്രയ്ക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ നിൽക്കുമ്പോൾ
പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഈഗോയെ അത് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെ നമ്മളുമായിട്ട് അവർ ചിലപ്പം പിണങ്ങിയിരിക്കുക അല്ലെങ്കിൽ അവർ തിരിച്ച് അവർക്ക് തെറ്റായ ധാരണ വന്നിട്ട് നമ്മളോട് നെഗറ്റിവിറ്റി പെരുമാറുകയും അത് നമുക്ക് വളരെ വേദന തോന്നുന്ന രീതിയിലൊക്കെ ആ ഒരു ഈഗോയ്ക്ക് ട്രിഗറിങ് കിട്ടുന്ന ആ ഒരു സിനേറിയോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അവിടെ നമ്മളൊന്ന് അവെയറായിരിക്കുക. നമ്മൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് വർത്ത് എൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന കാര്യങ്ങളെയെല്ലാം നമ്മളൊന്ന് ഒരു മൈൻഡ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു റിലേഷൻഷിപ്പായിരുന്നു, അത് ബ്രേക്കപ്പായി അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് മാറി എന്നൊക്കെ പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ ഒന്ന് ചുറ്റിക്കറങ്ങുന്ന ഒരവസ്ഥയൊക്കെ വരികയും നമ്മളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുകയും 2-3 ദിവസത്തേക്ക് പിന്നെ നമ്മൾക്ക് ഒരു എനർജി വാമ്പയറിങ്ങിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഹർട്ടിങ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ അന്തരാന്തരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് ഈഗോയെ നമ്മളുടെ ഈഗോയെ ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളുടെ ഈഗോയെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ വളരെ കൂളായി പീസ്ഫുള്ളായി ഇരിക്കാനായിട്ട് നമ്മൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചൊന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കഴിവതും മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ എനർജി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് മെർക്കുറി റിട്രോഗ്രേഡ്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആശയവിനിമയമൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ടെക്സ്റ്റ് മെസ്സേജൊക്കെ നടത്തുമ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ എഴുതി വെച്ച് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് നമ്മളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് തിരിച്ച് വളരെ മോശമായിട്ടുള്ളൊരു സിനേറിയോ ക്രിയേറ്റ് ചെയ്യാനും നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് പോകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാകും. അതുപോലെ നിങ്ങൾ യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നെങ്കിൽ ഒന്നിൽ ഒരു ദിവസം മുന്നോട്ടോ അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ മുന്നോട്ടോ ആ ഒരു യാത്രയൊന്ന് റീഷെഡ്യൂൾ ചെയ്യുക. കാരണം ഈ ഒരു മെർക്കുറി റിട്രോഗ്രേഡിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ ആ ഒരു യാത്ര ചിലപ്പോൾ സമയത്തിന് ക്യാൻസലായി പോകാനൊക്കെയുള്ള സാധ്യതയും കൂടെ ഉണ്ടായതുകൊണ്ട് മുന്നേ കൂട്ടി ആ യാത്രകളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യത്തിലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഒരു ബ്രീത്തിങ് എക്സസൈസ് പോലെ നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും ഒരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. വരുന്ന പ്രശ്നത്തിനെ നമ്മളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ അതിനെല്ലാം നമ്മൾ കൂളായി ഹാൻഡിൽ ചെയ്ത് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 7-8 തവണ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മളിൽ നിന്നങ്ങ് പോകും. പിന്നെ എന്തായിരുന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ അടുത്ത ജോലിയിലേക്ക് വ്യാപൃതമാകും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പല ജോലികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുക. ആ ഒരു മന്ത്ര ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് എത്രയും കണക്റ്റഡായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലത്തെ നമ്മളുടെ മങ്കി മൈൻഡിൽ തോന്നുന്ന ഈ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ഡെവിൽ എനർജി നമ്മളെ കൊണ്ട് തെറ്റായ രീതിയിലൊക്കെ മറ്റുള്ളവരുടെ പ്രൊവോക്കേഷനിൽ വന്നിട്ട് തെറ്റായ രീതിയിലൊക്കെ പെരുമാറാനായിട്ട് തോന്നുന്നെങ്കിൽ അവിടെയെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് ഓരോ സിറ്റുവേഷനെയും ടാക്കിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക, നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, നമ്മുടെ സെൻസറി സിസ്റ്റം വളരെ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്താണ് ആ സിറ്റുവേഷൻ നമ്മളൊന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുക. അങ്ങനെ നമ്മളുടെ ഓരോ ദിവസവും ഇതുപോലത്തെ ഹെവി എനർജി വരുമ്പോൾ നമ്മൾ അതിനെയെല്ലാം ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രപഞ്ചശക്തിയെ എപ്പോഴും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിയുടെ ഒരു ചെറിയ പരീക്ഷണങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര നെഗറ്റിവിറ്റി വന്നാലും ഒരു മന്ദഹാസത്തോടു കൂടി നമ്മൾ അതിൽ പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.